അർജുൻ്റെ സഹോദരി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഹലോ 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 സർ. അഞ്ജു, അതെ. അഞ്ജു, ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അതെ. യഥാർത്ഥത്തിൽ തെരച്ചിൽ തുടരണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ആ, അഞ്ജുവിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ ഷിരൂരിൽ നമ്മുടെ റിപ്പോർട്ടർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അഞ്ജുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അരുൺ പൂപ്പറമ്പയോട് ചോദിക്കുകയും ചെയ്യാം. അല്ല, നമുക്ക് വളരെ സന്തോഷമുണ്ട് സാർ. നമ്മള് ഭയങ്കര അനിശ്ചിതത്തിലായിരുന്നു എന്താണ് ഈ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ? അവിടെ ഓക്കെ അവിടെ ഓക്കെ തന്നെ ഉണ്ട്. ആ, ഓക്കെ. അരുൺ, അഞ്ജുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പൂപ്പറമ്പ. SK ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്ക, അർജുൻ്റെ കുടുംബത്തിൻ്റെ ആശങ്ക നിരന്തരമായി അവർ അറിയിക്കുന്നുണ്ട്. അർജുൻ, ജിതിൻ ഇവിടെയും നിലവിൽ ഇപ്പോൾ ഷിരൂരിൽ തന്നെയുണ്ട്. അവരും നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ ദൗത്യം നിർത്തിവെച്ചത് വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട് ആ കുടുംബത്തെ. അവർ തന്നെ അത് വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ഒരു 14-ാം ദിനമാണ് അവർ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. അതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത്. ഈ പുഴയുടെ അടിയൊഴുക്ക്, കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്നാൽ ദൗത്യം പുനരാരംഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള. അഞ്ജു, എന്തായാലും ഇത് സന്തോഷകരമായ ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു തീരുമാനം. അഞ്ജു, ഈ കാര്യം മറ്റുള്ളവരെയൊക്കെ അറിയിച്ചോ? ഞാനിപ്പോ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിലാണ്. നമ്മളിപ്പോ ഞാൻ എല്ലാരും വിളിച്ചു പറയുന്നുണ്ട്, അമ്മേന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അഞ്ജു. എല്ലാരും അറിയല്ലോ. അതെ അതെ അതെ, എന്തായാലും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അഞ്ജു, അർജുൻ്റെ സഹോദരി അഞ്ജുവാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു. അതായത് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെക്കാൻ പാടില്ല, തെരച്ചിൽ തുടരണം, ഈ ദൗത്യം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്.